ഇവിടെ നീ താമസിച്ചാൽ നിനക്ക് നിന്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും, അല്ലാതെ ശിവന്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റില്ല. ഞാനപ്പോ ഇവിടെ ഇറങ്ങണമെന്നാണോ അച്ഛൻ പറയുന്നേ? എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ഒപ്പം താമസിക്കണമെന്ന് ഞാൻ പറഞ്ഞോളൂ. മഹേട്ട, എന്തൊക്കെയാ മഹേട്ട ഈ പറയുന്നേ? ശിവന്റെ സ്വസ്ഥത കെടുത്താൻ നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരുവാണോ? അവൻ ആദ്യം കെട്ടിയത് എവളെയല്ലേ? എന്നിട്ടല്ലേ അവൻ മറ്റവളെ കണ്ടപ്പോ അങ്ങോട്ട് ചാടിയോ? ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്നവനൊന്നും സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അച്ഛനെ അമ്മയും വേണ്ടാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പോയതല്ലേ. ഇത്രയൊക്കെ സന്തോഷം മതി, കുറച്ച് സങ്കടവും കൂടി ഉണ്ടാവട്ടെ. എന്നാലേ ഭഗവാനെ വിളിക്കൂ. ജനിപ്പിച്ച അച്ഛനെയോ അമ്മയോ വിളിക്കില്ല എന്നുള്ളത് അറിയാം. ഈശ്വരനെങ്കിലും വിളിക്കട്ടടി. മഹേട്ട, രാത്രി ആയതുകൊണ്ടും പിന്നെ നീ ഒരു പെണ്ണായതുകൊണ്ടും നിന്നെ ഇപ്പൊ ഇവിടുന്ന് ഞാൻ ഇറക്കി വിടുന്നില്ല. പക്ഷെ നേരം പുലരുമ്പോ തന്നെ ഇവിടുന്ന് നീ പൊക്കോണം. ഇല്ലെങ്കിൽ എനിക്ക് ബലമായിട്ട് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട. പക്ഷേ ഇത്രയും വലിയൊരു ചതിയുണ്ടെന്ന് ഞാൻ ഓർത്തതേയില്ല. അകന്നു നിൽക്കുന്ന ശത്രു അടുത്ത് കൂടിയപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു. ഇതിപ്പോ അവന്റെ കയ്യിലായല്ലോ എല്ലാം. അവനെ ചതിച്ചിട്ടുണ്ടെങ്കിലേ അവനെ കൊല്ലും ഞാൻ അവനെ. അയ്യോ എന്റെ രാഘവേട്ട, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവനെ കൊന്നിട്ട് എന്താ കാര്യം? എല്ലാം കൈവിട്ട് പോയിട്ട് ഇനി എന്ത് സങ്കടപ്പെട്ടിട്ട് കാര്യം? ഇനി ഒരിക്കൽ കൂടി ഈ വീട് വിട്ടിറങ്ങാൻ എനിക്ക് ആവില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ അനിയനെ കൊല്ലാൻ നടക്കല്ലേ? അതുപോലെ എന്നെ ഒന്ന് കൊന്നു തരാമോ? എനിക്ക് ഈ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള കൊതി കൊണ്ട. ഒരാളും മരിക്കണ്ട. അച്ഛൻ ഒപ്പിട്ട് കൊടുത്ത ഈ പേപ്പറുകളല്ലേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. നോക്കട്ടെ, എവിടെ കണ്ണാടി? നോക്കട്ടെ, ഇതല്ല 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 ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. ദാസത്തേമേ, ഇത് കീറിക്കളയോ കത്തിക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. രാഘവേട്ട, നിങ്ങൾ ഇതിൽ തന്നെയല്ലേ ഒപ്പിട്ട് കൊടുത്തത്? ഇതന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. എന്നെ കൊണ്ട് ഒപ്പിടിച്ചായി. ഞാനിന്ന് ഉപേന്ദ്രനെ കണ്ടിരുന്നു. ഇനി ഒരു ശല്യത്തിനും അയാൾ വരില്ല. ഇത് അച്ഛന്റെ വിഷ്ണുവിന്റെ വാക്കാ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിയിലുണ്ടായ മാൻ മിസ്സിംഗ് കേസുകളുടെ ഫയലാണിത്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഇതിന്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടണം. ഇതിൽ പലരും ഇപ്പോ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിനെല്ലാം ഒരു തീരുമാനം നമുക്കുണ്ടാക്കണം. കഴിഞ്ഞ ഉത്സവത്തിന്റെ തലേന്ന് പൂരപ്പറമ്പിൽ നിന്ന് കാണാതായ ആ 8 വയസ്സുകാരനെ കുറിച്ച് ഇതുവരെ ഒരു അറിവുണ്ടായിട്ടില്ലല്ലോ. ആ പയ്യൻ ഗോവയിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു.
8 വയസ്സുള്ളവൻ ഗോവയിലോ? അവനിവിടെ അമ്പലപ്പറമ്പിലൊക്കെ കപ്പലിന്റെ കച്ചവടം നടത്തുന്ന പയ്യനാണ്. അവൻ അന്ന് എങ്ങനെ നോക്കിയാലും 500 രൂപയ്ക്ക് കപ്പലിന്റെ കച്ചവടം നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ ഗോവയ്ക്ക് പോയി പോലും. അടുത്ത തവണ ചോദിക്കുമ്പോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലം പറയണേ. പറയുന്നതിലൊന്നും യാതൊരു ലോജിക്കും ഇല്ലല്ലോ സോമശേഖര. എനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളില് ഈ ഫയലിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. മാഡം വിളിച്ചപ്പോ ഒരു മാൻ മിസ്സിംഗ് കേസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഡീറ്റെയിൽസ് ഇവിടെ വരുമ്പോ പറയാമെന്നും പറഞ്ഞിരുന്നു. 6 മാസത്തിനുള്ളിൽ ഈ സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായവരുടെ എല്ലാ കേസുകളും എടുത്ത് പരിശോധിക്കാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. മാഡം കയറി വരുമ്പോ ഞങ്ങൾ ആ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ആരെയാ കാണാതായെന്ന് പറഞ്ഞത്? പരിചയമുള്ള ആരെങ്കിലും ആണോ? മാഡം, ഇതുപോലൊരു ഫയലിനകത്ത് കയറി പറ്റേണ്ട ഒരു കേസല്ല റസാഖ് ഇത്. മിസ്സിംഗ് ആയിരിക്കുന്നത് എന്റെ അമ്മയോ? ഓ മൈ ഗോഡ്. എപ്പോഴായിരുന്നു മാഡം അത്? ഇന്നലെ. പക്ഷെ ഇതില് വിചിത്രമായ ചില കാര്യങ്ങളുണ്ട്. എന്റെ സഹോദരിമാര് പറയുന്നത് അച്ഛനെ അമ്മയെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. പക്ഷെ അച്ഛനത് സമ്മതിച്ചു തരുന്നുമില്ല. അത് കൊള്ളാലോ. പിന്നെ അമ്മ എവിടെയാ പോയിരിക്കുന്നത്? അത് തന്നെയാ എന്നെയും കുഴപ്പിക്കുന്ന പ്രശ്നം. അച്ഛനാണ് കൊണ്ടുപോയെന്ന് അച്ഛൻ സമ്മതിച്ചു തരുന്നില്ല. മാഡത്തിന്റെ സഹോദരിമാര് അച്ഛനമ്മയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടതല്ലേ? പക്ഷെ അച്ഛനത് സമ്മതിക്കാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്തൊരു പ്രതിസന്ധിയിലാ ഞാൻ. ആര് പറയുന്നതാ സത്യം, ആര് പറയുന്നതാ കള്ളം?